ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റി. ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് സെപ്റ്റംബർ 19 മാറ്റിയത്. അജീഷ് ജയകുമാറുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ, ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഈ ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന 4 പ്രതികൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയത്. ഷർജിൽ ഇമാം, ഉമർ ഖാലിദ്, ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ ഇവർ 4 പേരാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയായിരുന്നു. ഇന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ചാരി എന്നിവരുടെ മുന്നിലാണ് ഇവരുടെ ഈ ജാമ്യാപേക്ഷ എത്തിയത്. പക്ഷേ ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് അത് ഇന്നലെ രാത്രി വൈകിയാണ് കിട്ടിയത് എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഈ കേസ് 19-ാം തീയതിയിലേക്ക് മാറ്റിയത്. മൊത്തം 9 പ്രതികളാണ് ഈ കലാപ ഗൂഢാലോചന കേസിൽ ഉള്ളത്. അതിൽ 9 പേരുടെയും ജാമ്യമാണ് ഡൽഹി ഹൈക്കോടതി നിഷേധിച്ചത്. ബാക്കിയുള്ളവർ കൂടി ഈ ആഴ്ചയോടുകൂടി തന്നെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷമായി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 13 നാളെയാകുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദ്, ഒപ്പം തന്നെ ഉമർ ഖാലിദ് ജയിലിൽ കഴിഞ്ഞിട്ട് 5 വർഷമാകുന്നു. 2020 ഇവരെല്ലാവരും ജയിലിലാകുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.